വിശദമായ വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരും. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് ഉയർന്ന താപനിലയെ തുടർന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. നിലവിലുള്ള താപനില റെഡ് അലർട്ടിലേക്ക് കടക്കില്ലെന്നും സൂചനകളുണ്ട്. പാലക്കാട് രേഖപ്പെടുത്തിയ 41.9 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതുവരെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന താപനില. ഇന്ന് പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം എന്നിവ തടയാൻ കനത്ത ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം തന്നെ കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം, തൃശൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. അംഗനവാടികൾക്ക് ഒരാഴ്ചത്തേക്കാണ് അവധി. തൊഴിൽ സമയം പുനഃക്രമീകരിച്ച് പുറത്തിറക്കിയ ഉത്തരവ് കർശനമായി നടപ്പിലാക്കണം. അതിഥി തൊഴിലാളികളിലേക്കും മുന്നറിയിപ്പുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. വ്യാപാര കേന്ദ്രങ്ങളിലും മാർക്കറ്റുകളിലും വായു സഞ്ചാരം, കുടിവെള്ളം, ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അവ ഉറപ്പുവരുത്തുകയും ചെയ്യണം. എന്നാലും സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് സാധ്യത കണക്കിലെടുത്ത് കൊല്ലം, തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ ഇന്നും നാളെയും ആയിട്ട് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. ജില്ലയിലെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യത മുന്നറിയിപ്പിലുള്ളതിനാൽ തന്നെയാണ് അവധി പ്രഖ്യാപിക്കുന്നത്. സ്ഥാപനങ്ങൾക്ക് അത്യാവശ്യ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓൺലൈനായി ക്ലാസുകൾ എടുക്കാമെന്നും നിർദ്ദേശം നൽകുന്നുണ്ട്. സർവകലാശാലകൾ, ബോർഡുകൾ സംസ്ഥാന സർക്കാർ ഇതിനകം അറിയിച്ചിട്ടുള്ളതും ഇതിനകം തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതുമായ പരീക്ഷകൾക്ക് അവധി ബാധകമല്ല എന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ കളക്ടർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അംഗനവാടികളെയും പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് തീരുമാനിച്ചിരുന്നു. കഠിനമായ ചൂടിന്റെ പശ്ചാത്തലത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നുമാണ് അംഗനവാടികളടക്കം നിർത്തിവെക്കാനൊരു നിർദ്ദേശം ഉണ്ടാകുന്നത്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിലടക്കം നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതായി പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഉയർന്ന താപനില പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഉയർന്ന ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. സാധാരണയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഈ പ്രദേശങ്ങളിൽ ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കുക എന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. നിർജ്ജലീകരണം അടക്കം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ജനങ്ങൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ നേരിട്ട് വെയിൽ കൊള്ളരുത് എന്ന നിർദ്ദേശങ്ങളടക്കം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ ഒരു ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ജനങ്ങൾ അതീവ ജാഗ്രതയോടെ തന്നെ തുടരണമെന്ന നിർദ്ദേശങ്ങൾ അടക്കം അറിയിച്ചിരുന്നു.